അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നാഷണലിസം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് കേട്ടോ. കമ്പാരറ്റീവിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ വരുന്നതാണ് നാഷണലിസം എന്ന് പറഞ്ഞിട്ട്. ഇത് മുന്നായിട്ട് സ്ക്രീനൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓഡിബിൾ ആണല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിലെല്ലാം കുറേ ടോപ്പിക്കുകളുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണ്ട. ഞാൻ പറയുന്ന ഈ മെയിൻ ടോപ്പിക്കുകൾ മാത്രം, അല്ലെങ്കിൽ മെയിൻ കണ്ടന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ഒരു സാധനം ഞാൻ കുറച്ച് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കല്ലാതെ വെറുതെ വാക്കുകൾ മാത്രമായിട്ട് തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ പറയുന്ന പെർസ്പെക്റ്റീവിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. അല്ലാതെ ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കീ വേർഡ്സുകൾ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയേ എക്സാമിന് ചോദിക്കാറുള്ളൂ. തിങ്കേഴ്സ്, അവരുടെ മെയിൻ കോൺസെപ്റ്റ്, അവരുടെ ബുക്ക്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നാഷണലിസം പെർസ്പെക്റ്റീവിൽ ചോദിക്കാറുള്ളൂ. സോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ഇനി നാഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ സെൻസ് ഓഫ് കോമണാലിറ്റി ആണ്. അതായത് പൊതുവായിട്ട് ഉള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയാം. ചിലപ്പോൾ അത് കോമൺ ലാംഗ്വേജ് ആയിരിക്കാം, കോമൺ കൾച്ചർ ആയിരിക്കാം, കോമൺ റിലീജിയൻ ആയിരിക്കാം, കോമൺ ഹിസ്റ്ററി ആയിരിക്കാം, കോമൺ ഹോംലാൻഡ് ആയിരിക്കാം, കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കോമണാലിറ്റി ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് നാഷണലിസം ഉണ്ട് എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് നാഷണലിസം, അവയുടെ തിങ്കേഴ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുക ലിബറൽ നാഷണലിസം ആണ്. ലിബറൽ നാഷണലിസത്തിന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ഏണസ്റ്റ് റെനനും JS മില്ലും ആണ്. അപ്പൊ ഇങ്ങനെ ടൈപ്പ് പഠിക്കുക, അതിന്റെ തിങ്കറിന്റെ പേര് പഠിക്കുക, അത്രയും മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ദെൻ കൾച്ചറൽ ഓർ എത്നിക് നാഷണലിസം ആണെങ്കിൽ ജൊഹാൻ ഹെർഡർ, ജൊഹാൻ ഫീഷെ, സവാർക്കർ. ഓർത്തണം, ഇന്ത്യക്കാരനായിട്ട് നമുക്കിവിടെ സവാർക്കറിനെ പറയാം. കൾച്ചറൽ ഓർ എത്നിക് നാഷണലിസം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കർ ജൊഹാൻ ഹെർഡർ ആണ് കേട്ടോ. ദെൻ ബ്ലാക്ക് നാഷണലിസം. ബ്ലാക്ക് നാഷണലിസം പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്ന മാർക്കസ് ഗാർവേ ആണ്. ആന്റി കൊളോണിയൽ നാഷണലിസം ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. അൾട്രാ നാഷണലിസം റോഗർ ഗ്രിഫിൻ. അപ്പൊ ഇങ്ങനെ പേരുകൾ മാത്രം നിങ്ങൾ പഠിക്കുക. ഇനി ഈ ഓരോ നാഷണലിസത്തെ കുറിച്ചും പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സും അവയുടെ കോൺസെപ്റ്റും ബുക്കുകളാണ് പഠിക്കുന്നത്. അതില് ഈ പ്രധാനപ്പെട്ട തിങ്കറിന്റെ പേര്, കോൺസെപ്റ്റിന്റെ പേര്, ബുക്ക്, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്, അത് പഠിക്കണ്ട കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് ടോം നരൈൻ ആണ്. ടോം നരൈൻ എന്ന് പറയുന്നത് സ്കോട്ടിഷ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിന്റെ പേര് അൺഈവൻ ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ. അൺഈവൻ ഡെവലപ്മെന്റ്. ബുക്കിന്റെ പേര് ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ, ക്രൈസിസ് ആൻഡ് നിയോ നാഷണലിസം, പബ്ലിഷ്ഡ് ഇൻ 1977. ഇത്രയും പഠിച്ചാൽ മതി. ഈ തിങ്കറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് വായിച്ചു നോക്കുക. ടോം നരൈൻ സ്കോട്ടിഷ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. കാരണം സ്ഥലത്തിന്റെ പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്ഥലം കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. സ്കോട്ടിഷ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. അൺഈവൻ ഡെവലപ്മെന്റ് എന്നാണ് കോൺസെപ്റ്റിന്റെ പേര്. ബുക്കിന്റെ പേര് ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ, ക്രൈസിസ് ആൻഡ് നിയോ നാഷണലിസം. ദെൻ രണ്ടാമത്തെ ആളുടെ പേര് പോൾ ആർ ബ്രാസ് ആണ്. പോൾ ആർ ബ്രാസ് അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിന്റെ പേര് ഇൻസ്ട്രുമെന്റലിസം എന്നുള്ളതാണ്. ബുക്കിന്റെ പേര് എത്നിസിറ്റി ആൻഡ് നാഷണലിസം, തിയറി ആൻഡ് കമ്പാരിസൺ, പബ്ലിഷ്ഡ് ഇൻ 1991. ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കുകളുടെ പേര് നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എല്ലാത്തിനകത്തും നാഷണലിസം ഉണ്ട്. അപ്പം അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ കണ്ടോ, ഇദ്ദേഹത്തിന്റെ ബുക്ക്, ടോം നരൈന്റെ ബുക്ക് എന്ന് പറയുന്നത് ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ, ക്രൈസിസ് ആൻഡ് നിയോ നാഷണലിസം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും മാത്രം പഠിച്ചോളൂ. ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ, കീ വേർഡ് മാത്രമേ പഠിച്ചോളൂ. ടോം നരൈൻ, അൺഈവൻ ഡെവലപ്മെന്റ്, ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ, ഇത്രയും മാത്രം പഠിച്ചോളൂ. അപ്പൊ നമുക്കത് മാറിപ്പോകത്തില്ല. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടൻ ആയിരിക്കും ഇനി ഷോർട്ട് ഫോമിൽ തന്നാലും തരിക. ഇവിടെയാണെങ്കിൽ എത്നിസിറ്റി ആൻഡ് നാഷണലിസം, തിയറി ആൻഡ് കമ്പാരിസൺ ആണ്. അപ്പൊ ഇത്രയെങ്കിലും മിനിമം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്.
അപ്പൊ പോളാർ ബ്രാസിന്റെ കോൺസെപ്റ്റ് ഇൻസ്ട്രുമെന്റലിസം ആണ്, എത്നിസിറ്റി ആൻഡ് നാഷണലിസം എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. മൂന്നാമത്തെ ആള് എറിക് ജെ കുവാമ. ബെനഫിറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരും കോൺസെപ്റ്റിന്റെ പേരും ഒന്ന് തന്നെയാണ്. 1983 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ. അപ്പൊ ഓർക്ക് ഹോബ്സ് വേം ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻസ്, ബുക്കിന്റെ പേരും ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ. ബുക്ക് പേര് പഠിക്കാൻ പാടാണെങ്കിൽ ഇത്രയും ഭാഗം പഠിച്ചിരിക്കുക കേട്ടോ, സെക്കൻഡിൽ മാത്രം പഠിച്ചിരിക്കുക. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതൊന്നുമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ദെൻ ഏണസ്റ്റ് ഗെൽനർ ഫ്രഞ്ച് ആണ്, പക്ഷെ ഫ്രഞ്ച് ബോൺ ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ചെക്ക് ഫിലോസഫർ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിന്റെ പേര് ഹൈ കൾച്ചർ, നേഷൻ ആൻഡ് നാഷണലിസം എന്നാണ് ബുക്കിന്റെ പേര്. 1983. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നേഷൻ ആൻഡ് നാഷണൽ, ഏണസ്റ്റ് ഗെൽനർ, ഹൈ കൾച്ചർ എന്നാണ് കോൺസെപ്റ്റിന്റെ പേര്. ദെൻ നെക്സ്റ്റ് ഒരാള് ബെനഡിക്ട് ആൻഡേഴ്സൺ ആണ്. ബെനഡിക്ട് ആൻഡേഴ്സന്റെ ബുക്കിന്റെ പേര് കോൺസെപ്റ്റിന്റെ പേരും സെയിം ആണ്, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. ഇത് 4 ടൈംസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് ആരുടേതാണെന്നുള്ളത്. ഒരു തവണ കോൺസെപ്റ്റും 2 തവണ കോൺസെപ്റ്റും 2 തവണ ബുക്കിന്റെ പേരുമാണ് ചോദിച്ചത്. പക്ഷെ അതും ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആൻഡ് ബുക്ക്. ബുക്കിന്റെ ഫുൾ നെയിം ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, റിഫ്ലക്ഷൻസ് ഓൺ ദ ഒറിജിൻ ആൻഡ് സ്പ്രെഡ് ഓഫ് നാഷണലിസം, പബ്ലിഷ്ഡ് ഇൻ 1983. ദെൻ അടുത്ത പാർത്ഥ ചാറ്റർജി ആണ്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിന്റെ പേര് ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് ആണ്. ബുക്കിന്റെ പേര് നാഷണലിസ്റ്റ് തോട്ട് ആൻഡ് ദ കൊളോണിയൽ വേൾഡ്, എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ്. നോർമലി ഈ ഒരു ഭാഗം ചോദിച്ചില്ലെങ്കിലും ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് ആരുടേതാണെന്നാണ് കേട്ടോ ചോദിച്ച് കാണാറ്. സോ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് പാർത്ഥ ചാറ്റർജി എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പക്ഷെ ഈ ഒരു ടൈം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഇൻ കേസ് എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ നോക്കിയേക്കുക. ഇനി നമുക്ക് യൂറോപ്യൻ നാഷണലിസവും നോൺ യൂറോപ്യൻ നാഷണലിസവും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. യൂറോപ്യൻ നാഷണലിസം നോർമലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നേഷൻ സ്റ്റേറ്റിന്റെ ഉദയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ നോൺ യൂറോപ്യൻ നേഷൻസിൽ ഈ നാഷണലിസം എന്ന് പറയുന്നത് കൊളോണിയൽ റൂളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് നാഷണലിസം വന്നത്? ഇന്ത്യയിൽ നാഷണലിസം വന്നത് ബ്രിട്ടീഷുകാർ കുറെ കാലങ്ങളായിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പം ആ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്നുള്ള ഇന്ത്യക്കാരുടെ ചിന്തയാണ് ഇത്തരത്തില് നാഷണലിസം ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത് അല്ലെ. സോ നോൺ യൂറോപ്യൻ നേഷൻസിലൊക്കെ തന്നെ ഒട്ടുമിക്ക നേഷൻസിലും ഇത്തരത്തിലുള്ള കൊളോണിയൽ റൂളുകളിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് നാഷണലിസം ഉദയം ചെയ്തിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ നാഷണലിസം ഫോം ചെയ്തിരിക്കുന്നത് ബർത്ത് ഓഫ് നേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ഓർത്ത് വെക്കുക. ഇത് ബർത്ത് ഓഫ് നേഷൻ സ്റ്റേറ്റ് ആണ്, ഇത് കൊളോണിയൽ റൂളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി യൂറോപ്യൻ നാഷണലിസം ഒരു 17th സെഞ്ചുറിയിലാണ് ഉണ്ടാകുന്നത്. അത് പ്യൂരിറ്റൻ റെവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ യൂറോപ്യൻ നാഷണലിസം ഉണ്ടാകുന്നതെങ്കിൽ നോൺ യൂറോപ്യൻ നേഷൻസ് ഓൾമോസ്റ്റ് എല്ലാ നേഷൻസിലും വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു നാഷണലിസം ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമുക്ക് കൊളോണിയൽ റൂളിൽ നിന്ന് ഒരു ഫ്രീഡം വേണം എന്നുള്ള തോട്ടൊക്കെ ഉണ്ടാകുന്നത്. സോ ബ്രിട്ടീഷ് നാഷണലിസം അല്ലെങ്കിൽ യൂറോപ്യൻ നാഷണലിസം 17th സെഞ്ചുറിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നോൺ യൂറോപ്യൻ നാഷണലിസം ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ ആണ് എന്ന് ഓർത്ത് വെക്കുക. ദെൻ ബ്രിട്ടനിൽ യൂറോപ്യൻ നാഷണലിസത്തിലും ഇവിടെ ഒരു ന്യൂ സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് യൂണിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടുത്തെ നാഷണലിസം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റി ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമായി. നമ്മുടെ അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ കൺട്രീസിൽ പ്രധാനമായിട്ടും ഒരു വൺനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത്തരത്തിലൊരു വൺനെസ് ഉണ്ടാക്കുന്നതിനാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്. ഇനി ഇവിടെ യൂറോപ്യൻ നാഷണലിസം പ്രധാനമായിട്ടും എംപയേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമായിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നോൺ യൂറോപ്യനിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പല സ്റ്റേറ്റുകൾ, അതായത് ഒരുമിച്ചുണ്ടായിരുന്ന കുറെ സ്റ്റേറ്റുകളൊക്കെ, സ്റ്റേറ്റ് മീൻസ് നേഷൻസ് ആണ് കേട്ടോ, ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ പോലെയുള്ള
നേഷൻസുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും സെപ്പറേറ്റ് നേഷൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എംപയേഴ്സിനിടയിലാണ് കോൺഫ്ലിക്റ്റ് എങ്കിൽ ഇവിടെ നേഷൻസിനിടയിൽ തന്നെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞാൽ ഇതൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള പഠനം മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പഠനം മാത്രമേ ആവശ്യമുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്റ്റേറ്റ് തിയറികളാണ്. സ്റ്റേറ്റ് തിയറികളിൽ നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് സ്റ്റേറ്റുകളാണ് അല്ലേ ഉള്ളത്, ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റും സോഷ്യലിസ്റ്റ് സ്റ്റേറ്റും. നിങ്ങൾക്കറിയാലോ എന്താ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാല്? ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് എന്താ? എന്താ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാല്? മുതലാളിത്തമാണ്. മുതലാളിത്തത്തിന്റെ പ്രത്യേകത എന്താ? മുതലാളിത്തത്തിന് അവിടെ ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും? ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക? ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? ഇൻഡിവിജ്വൽസിനായിരിക്കും അല്ലേ? ഇൻഡിവിജ്വൽസിനായിരിക്കും. പക്ഷെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളുകളുടെ താല്പര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓൺഡ് ബൈ റിച്ച് ആണ്, പ്രൈവറ്റ് ആണ്, അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് 16th സെഞ്ചുറിയിൽ യൂറോപ്പിലാണ് ഒറിജിൻ ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് 18th സെഞ്ചുറിയിൽ ഫ്രാൻസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂള് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? എക്സ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ഹെജിമണി ഓഫ് ദ റിച്ച് ആൻഡ് ദ പവർഫുൾ ഓവർ ദി പുവർ. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകള് പുവർ ആയിട്ടുള്ള ആളുകൾക്ക് മേലിലുള്ള ഒരു പവറിനെയാണ് ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിൽ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബ്രേക്കിംഗ് ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആയോ? ഓക്കെ. അപ്പോ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റില് ഒരു പവർഫുൾ നേച്ചർ ആണ്, ഇല്ലെങ്കിൽ റിച്ച് പുവറിന് മേളിൽ കാണിക്കുന്ന ഒരു പവർഫുൾ നേച്ചർ ആണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ജനങ്ങൾ തമ്മിലുള്ള കോർഡിനേഷനും കോപ്പറേഷനുമാണ്. ഇനി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റില് ഇൻഡിവിജ്വൽ റൈറ്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോഷ്യലിസ്റ്റ് സ്റ്റേറ്റില് ഇക്വാലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതായിരിക്കും. മാർക്കറ്റ് അലോക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നു, ഓൺടർപ്രണർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു, എഫിഷ്യൻസി, റാഷണാലിറ്റി, ഇതൊക്കെയാണ് സോഷ്യൽ സിസ്റ്റം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയോ? ഇവിടെ സോഷ്യൽ ഓണർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു, പ്ലാൻഡ് കോർഡിനേഷൻ ആണ്, ഇറാഷണാലിറ്റി ഓഫ് ദി ക്യാപിറ്റലിസം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിൽ ഇക്കോണമി എങ്ങനെയായിരിക്കും? ഇക്കോണമി എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഓറിയന്റഡ് ആയിരിക്കും അല്ലെ, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് റൺ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെയോ ഗവൺമെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെയാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുക. ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റില് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ഇൻകം എങ്ങനെയാണ്? ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ബേസ്ഡ് ഓൺ നീഡ്സ്. അതായത് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് ആണ് പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റത്തില് ഗവൺമെന്റ് ആയിരിക്കും പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമുക്കൊരു ലീഗൽ മെട്രോളജി സിസ്റ്റം ഒക്കെ ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ലീഗൽ മെട്രോളജി എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കേട്ടിട്ടില്ലേ? നമുക്ക് ഒരു MRP ഒക്കെ തരുന്നത് കണ്ടിട്ടില്ലേ? അത്തരത്തിൽ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ഗവൺമെന്റ് ഒരു മിനിമം പ്രൈസ് ഒന്നിന് നിശ്ചയിക്കുന്നുണ്ടാകും, സോറി മാക്സിമം പ്രൈസ് ഒന്നിന് നിശ്ചയിക്കുന്നുണ്ടാകും. ആ മാക്സിമം പ്രൈസിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല?
പ്രൈസ് പോവാൻ പാടില്ല. അത് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിൽ ആ പ്രൈസ് നിശ്ചയിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡ് കൂടുന്ന അനുസരിച്ചിട്ട് പ്രൈസ് കൂടുകയും ഡിമാൻഡ് കുറയുന്ന അനുസരിച്ച് പ്രൈസ് കുറയുകയും ചെയ്യും അല്ലെ. പിന്നെ ഫ്രീ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എഫിഷ്യൻസി ആൻഡ് ഇന്നോവേഷന് പ്രാധാന്യം കൊടുക്കുന്നു. ലിമിറ്റഡ് ടാക്സസ് ആണ്, അതായത് ഇൻഡിവിജ്വൽ ഇൻകം അനുസരിച്ചിട്ട് ലിമിറ്റഡ് ടാക്സ് ആണുള്ളത്. ഇവിടെ പറഞ്ഞത് ഹൈ ടാക്സ് ആണ്, അതായത് പബ്ലിക് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈ ടാക്സസ് നെസസറി ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റവും സോഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല കേട്ടോ. ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഇതുവരെയും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ റീഡ് ചെയ്ത് വിട്ടാൽ മതി, അല്ലാതെ ഇതൊന്നും പഠിക്കണ്ട കേട്ടോ. കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്ക. ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇനി പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് തിയറിയാണ്. ഇത് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം ആയിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലെ. അതായത് നമ്മുടെ പല രാജ്യങ്ങളും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിന്റെ കോളനി ആയിട്ട് നിലകൊള്ളുന്നു. ഒരു പോയിന്റിൽ അത് അതിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ട് നിലകൊള്ളുന്നു. ആ ഒരു പീരീഡ് ആണ് നമ്മൾ ശരിക്കും പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പീരീഡ് ആണ് പുതിയ നേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ എമർജ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഫ്രാൻസ് ഫാനൻ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ബുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കും, നിങ്ങൾ തിയറിയിൽ പഠിക്കൂത്. ഞാൻ ഇവിടെ പറഞ്ഞില്ല റിച്ച്നെസ് ഓഫ് ദി എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് കേട്ടിട്ടുണ്ടോ? ഈ ബുക്കുകളുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത് ചോദിക്കും കേട്ടോ. ഈ രണ്ട് ബുക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ചെയ്തിടണോ? ടൈപ്പ് ചെയ്തിടണോ? ഈ രണ്ട് ബുക്കും ഇതിന് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ഫ്രാൻസ് ഫാനനെ പറയുമ്പോഴേക്കും നിങ്ങൾ കൂടുതലായിട്ടും ഈ കോളനൈസേഷനും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ഓറിയന്റലിസ്റ്റ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. അതുപോലെ തന്നെ ഗായത്രി ചക്രവർത്തി, സ്പിവാക്ക്, അതുപോലെ ഹോമി ബാബ, ഇവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവരൊക്കെ കൊളോണിയലിസ്റ്റ് തിങ്കേഴ്സ് ആണ്. അതുകൊണ്ട് ഇവരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ചിലപ്പോൾ താഴെ പറയുന്നവയിൽ ആരൊക്കെയാണ് കൊളോണിയലിസ്റ്റ് തിങ്കേഴ്സ് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്. ആ ഒരു രീതിയിൽ ഓദറിന്റെ നെയിം ഇതാണ്, ഫ്രാൻസ് ഫാനൻ. ഫ്രാൻസ് ഫാനൻ. ഇവരുടെയൊക്കെ ബുക്കിന്റെ പേര് ഞാൻ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ ഒക്കെ ബുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്പ് മീൻസ് ഏത് ടൈപ്പ്? ടൈപ്പ് ചെയ്യുമോ? ഓക്കെ, ടൈപ്പ് ചെയ്യാം. ഫ്രാൻസ് ഫാനൻ. ഓക്കെ ആണോ? ഇനി ഈ പോസ്റ്റ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡയസ്പോറ, ഹൈബ്രിഡിറ്റി, സിൻക്രറ്റിസം, ഡബിൾ കോൺഷ്യസ്നസ്, സബാൾട്ടൺ, മിമിക്രി, ഹിസ്റ്ററി, നേഷൻ, റേസ്, ജെൻഡർ, ബ്ലാക്ക് ഫെമിനിസം, നിയോ കൊളോണിയലിസം, ഇങ്ങനെ പോസ്റ്റ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ജസ്റ്റ് ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോർഷനിലോട്ട് പോകട്ടെ. ഓക്കെ, ഇതാണ് ബുക്കുകളുടെ പേര്. എഡ്വേർഡ് സൈഡ് ഓറിയന്റലിസം 1978, കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം 1993, ഗായത്രി ചക്രവർത്തി സ്പിവാക്, ഇൻ അതർ വേർഡ്സ്. അത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഇൻ അതർ വേർഡ്സ് അത്രയും പഠിച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളും. In other words, 1987, Thinking Academic Freedom in Gendered Post-Coloniality,
1992, A Critic of Post-Colonial Reason. 1999, Death of a Discipline. 2000 സ്ക്രീൻ ഇല്ലേ? ഐശ്വര്യക്കും കാണത്തില്ല. വന്നു. ഓക്കെ. Then A Critic of Post-Colonial Reason, 1999, Death of a Discipline, 2003. ഈ ബുക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർഷം നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ബുക്കുകളുടെ പേര് പഠിച്ചേ പറ്റൂ കേട്ടോ. പിന്നെ ഹോമി കെ ബാബ, ഇത് നമ്മുടെ ഹോമി ജെ ബാബ അല്ല കേട്ടോ. ഹോമി ജെ ബാബ അല്ല, വേറെ ആളാണ്. ഹോമി കെ ബാബ, ഐഡന്റിറ്റി ദ റിയൽമി. ഇത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഐഡന്റിറ്റി ദ റിയൽമി ആരെഴുതിയ ബുക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ഓഫ് കൾച്ചർ, ഹൈബ്രിഡിറ്റി ആൻഡ് ഡിസ്കേഴ്സീവ് അൺറെസ്റ്റ് ഇൻ ലേറ്റ് കൊളോണിയൽ ആംഗ്ലോഫോൺ കോസ് ഓഫ് സൗത്ത് ഏഷ്യ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് കേട്ടോ. ദെൻ റെച്ചഡ്നെസ് ഇല്ല കേട്ടോ, റെച്ചഡ് എന്നാണ് ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. Franz Fanon, The Wretched of the Earth, Black Skin, White Mask, Dying Colonialism Towards the African Revolution. ബുക്കുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? ഇത്രയും ഓക്കെ ആണോ? പോസ്റ്റ് കൊളോണിയലിസം വരെ ഓക്കെ ആയോ? നാഷണലിസം, പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ ഓക്കെ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത്, നമുക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ മാത്രമല്ല നമ്മുടെ വേൾഡിലുള്ളത് അല്ലെ, നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റുകളുണ്ട്. അപ്പൊ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. നോൺ ഡെമോക്രാറ്റിക് റെഷീംസിൽ വരുന്നത് ഫസ്റ്റ് വൺ ടോട്ടാലിറ്റേറിയൻ, പിന്നെ അതോറിറ്റേറിയൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ടോട്ടാലിറ്റേറിയനകത്ത് വരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ടോട്ടാലിറ്റേറിയൻ. കമ്മ്യൂണിസ്റ്റ് ടോട്ടാലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് USSR, ക്യൂബ, വിയറ്റ്നാം, മംഗോളിയ, എത്യോപ്യ, അങ്കോള, മൊസാംബിക്, നിക്കരാഗുവ, അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ച് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഫാസിസം ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഫാസിസം ആകുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ഫാസിസം ഏതൊക്കെയാ വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, ഇറ്റലി ആൻഡ് ജർമ്മനി ആണ് അല്ലെ പറഞ്ഞത്. മുസോളിനിയും ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ദെൻ അതോറിറ്റേറിയനകത്ത് വരുന്നത് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസം ഉണ്ട്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, പേട്രിമോണിയലിസം ഉണ്ട്. അതില് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസം ഉള്ള രാജ്യങ്ങൾ ബ്രസീൽ, ചിലി, അർജന്റീന, ഉറുഗ്വേ ആണ്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് പാകിസ്ഥാൻ, മ്യാൻമർ ഒക്കെയാണ്. പേട്രിമോണിയലിസം റോമൻ കാത്തലിക് ചർച്ചിന്റെ, അതുപോലെ തന്നെ ദലൈലാമയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരു കരിസ്മ പോലെയൊക്കെയുള്ള, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പേട്രിമോണിയലിസം എന്ന് പറയുന്നത്. ഇത് പഠിക്കണേ, ഇത് പഠിക്കണേ. രാജ്യങ്ങളുടെ പേര് മൊത്തം പഠിക്കണ്ടേ, ടൈപ്സ് പഠിച്ചു വെച്ചാൽ മതി, എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. രാജ്യങ്ങളുടെ പേരിൽ ചോദിക്കത്തൊന്നും ഇല്ല. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഈ ബുക്കുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഇനി ചോദിച്ചാൽ ആൻസർ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. സോ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? ആക്ച്വലി ഇത് സെക്കൻഡ് പാർട്ടിലെ, അതായത് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്ന ഒരു ഭാഗമാണ്. അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അടുത്തത് മുഴുവൻ ഫുൾ ഫാക്ച്വൽ ആണ് കേട്ടോ. ഈ ഒരു PDF കൂടെ കഴിഞ്ഞാൽ ഫുൾ ഫാക്ച്വൽ ആണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. അതിൽ വേറൊന്നും വരുന്നില്ല. ഇതൊക്കെ വായിച്ചു വിടാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് ടോപ്പിക് പറയട്ടെ. ഓക്കെ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് അല്ലെ. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞേ. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞേ. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ ഇന്ത്യ. അൺറിട്ടേൺ ആണെങ്കിലോ ഇന്ത്യ, US ഒക്കെ ഉണ്ട് അല്ലെ, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അൺറിട്ടേൺ ആണെങ്കിലോ അമേരിക്ക അൺറിട്ടേൺ ആണോ? അമേരിക്ക അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണോ? ഓക്കെ, റിട്ടേൺ എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലെ. ഓക്കെ, അൺറിട്ടേൺ ഏതാ എക്സാമ്പിൾ? അൺറിട്ടേൺ എക്സാമ്പിൾ ഏതാ?
അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെയാ ഉള്ളത്? UK ആണ് അല്ലേ? വെരി ഗുഡ്, UK ആണ്. വേറെ രാജ്യങ്ങൾ അറിയാവോ നിങ്ങൾക്ക്? UK ആണ് നമ്മൾ നോർമലി പറയുന്നത്. വേറെ രാജ്യങ്ങളില്ലേ? ഉണ്ടോ? വേറെ രാജ്യങ്ങളുണ്ടോ? അറിയാവോ? UK ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇതൊക്കെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞൊക്കെ കേട്ടോ, ഞാൻ ഈ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് വേണമെങ്കിൽ എഴുതി വെച്ചു. ന്യൂസിലൻഡ്, ഇസ്രായേൽ, സൗദി അറേബ്യ. ദെൻ കാനഡയുടെ പാർട്ട്ലി റിട്ടൺ ആണ്, പാർട്ട്ലി അൺറിട്ടൺ ആണ് കേട്ടോ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. പാർട്ട്ലി അൺറിട്ടണും പാർട്ട്ലി റിട്ടണും ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കാനഡയ്ക്കുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ടോപ്പിക്കിലേക്ക് പോയാലോ? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു രാജ്യത്തിന് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് എങ്കിൽ, ഈ നോട്ടിനകത്താണോ? ഇതില് ഞാൻ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടല്ലേ? എല്ലാം ഉണ്ടല്ലേ? ഓക്കെ സോറി, ഞാൻ അങ്ങോട്ടേക്ക് വായിച്ചില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അത് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. നിങ്ങൾക്ക് കാണുന്ന പോലെ സ്ക്രീൻ നമുക്ക് വലുതായിട്ടല്ല കേട്ടോ കാണുന്നത്. ജസ്റ്റ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ഞാൻ അത് എത്തുമ്പോഴല്ലേ അറിയത്തുള്ളൂ. നമുക്ക് ഈ വായിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ സ്ക്രീനിൽ തെളിയത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഈ നോട്ട് തന്നെയാ PDF. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നു. കഴിഞ്ഞ ദിവസം എടുക്കുന്ന തന്നായിരുന്നു. കിട്ടിയില്ലേ? നാഷണലിസം എന്ന് പറഞ്ഞ ഹെഡിങ് ഉള്ള ഒരു നോട്ട് കിട്ടിയില്ലേ? അത് തന്നെയാണ് കേട്ടോ, ആ നോട്ട് തന്നെ. ഓക്കെ, അപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു രാജ്യത്തിന്റെ ഗവേണൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക അല്ലെ? അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തരത്തിലൊരു റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചില കൺവെൻഷൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ ട്രഡീഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും അവിടുത്തെ രാജ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗവേണൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കുമ്പോൾ മോസ്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ. അതായത് ചിലപ്പോൾ റിജിഡിറ്റി കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറച്ച് റിജിഡിറ്റി കുറവായിരിക്കും. എന്നിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ആണെങ്കിൽ ഒരു റിജിഡിറ്റി അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അൺറിട്ടൺ ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള റിജിഡിറ്റി അവിടെ ഉണ്ടാവില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ. എപ്പോ വേണേലും നിയമം മാറ്റുകയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും സുപ്രീം ആയിരിക്കും. അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആയിരിക്കും സുപ്രീം ആയിട്ട് നിലകൊള്ളുന്നത്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറിക്ക് സുപ്രീമസി ഉണ്ടാകും. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പവർ ജുഡീഷ്യറിക്കായിരിക്കും. പക്ഷെ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളിൽ ജുഡീഷ്യറിയുടെ പവേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഫെഡറൽ ഗവൺമെന്റും യൂണിറ്ററി ഗവൺമെന്റുമാണ്. എന്താ ഫെഡറൽ ഗവൺമെന്റ് എന്ന് വെച്ചാല്? ഫെഡറൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫെഡറൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഫെഡറൽ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അതിന്റെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വീതിച്ച് നൽകുന്നതിനെയാണ്, ഡിവൈഡ് ചെയ്ത് നൽകുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത് അല്ലെ? യൂണിറ്ററി ആണെങ്കിൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടാവില്ല, ഫുൾ ഫോക്കസ് ഓൺ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ എല്ലാ പവേഴ്സും വെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടേത്
ഫെഡറൽ ഗവൺമെന്റ് ആണോ യൂണിറ്ററി ഗവൺമെന്റ് ആണോ? ഇന്ത്യയുടേത് ഫെഡറൽ ഗവൺമെന്റ് ആണോ യൂണിറ്ററി ഗവൺമെന്റ്? ക്വാസി ഫെഡറൽ ആണ് അല്ലെ? നമ്മള് യൂണിറ്ററി ഫീച്ചേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്, ഫെഡറൽ ഫീച്ചേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിറ്ററി ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സ്? അതൊന്ന് പറഞ്ഞേ. നമുക്ക് ആകെ 5 ഫെഡറൽ ഫീച്ചേഴ്സേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. നമ്മൾ ഫെഡറലിസം പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ ഏതൊക്കെയാണ് നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സ്? ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പിന്നെ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഉണ്ട് അല്ലെ? ഇതെല്ലാം പ്രധാനപ്പെട്ട ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫങ്ഷൻസ്. ഇനി നോർമലി ആണെങ്കിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഒക്കെയാണ് അല്ലെ ഫെഡറലിസത്തിൽ പറയുന്നത്. പക്ഷെ ഇന്ത്യക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണുള്ളത്. യൂണിറ്ററി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്, പാർലമെന്ററി ഡെമോക്രസി ആണ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? ദെൻ എന്താ ഓൾ ഇന്ത്യ സർവീസസ്, അതൊക്കെ യൂണിറ്ററി ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പവേഴ്സ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഫെഡറൽ ഗവൺമെന്റും യൂണിറ്ററി ഗവൺമെന്റും മനസ്സിലായല്ലോ. ഇനി ഫെഡറൽ ഗവൺമെന്റിൽ നമുക്ക് ഒരു ക്ലിയർ ഹയറാർക്കി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ യൂണിറ്ററി ഗവൺമെന്റിൽ നമുക്ക് അത്തരത്തിലൊരു ഹയറാർക്കി കാണാൻ സാധിക്കില്ല. ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഉള്ളതെങ്കിൽ യൂണിറ്ററി സിസ്റ്റത്തിൽ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റിന് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. പക്ഷേ യൂണിറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ബോഡീസിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ പവർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ മുകളിൽ ഒരു കൺട്രോള് യൂണിയൻ ഗവൺമെന്റിന്റേത് ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ വെർട്ടിക്കൽ ബാലൻസ് ഓഫ് പവർ ആണ്, ഇവിടെ ഹ്യൂജ് ഇംബാലൻസ് ഓഫ് പവർ ഇൻ ഹാൻഡ്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ് എന്നുള്ളതാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ കയ്യിലാണ് കൂടുതലായിട്ട് പവർ നിലകൊള്ളുന്നത്. ഇവിടെ ടൈം ടേക്കിംഗ് പ്രോസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഡിവിഷൻ ഓഫ് പവർ ആണ് നിലകൊള്ളുന്നത് എങ്കിൽ നല്ല രീതിയിലുള്ള സമയം എടുക്കും അല്ലെ? പക്ഷെ യൂണിറ്ററി സിസ്റ്റത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകളും അതങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പം ടൈമിലി ഡിസിഷൻസ് എവിടെയാണ്? യൂണിറ്ററി സിസ്റ്റത്തിലാണ് പോസിബിൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതിയേ. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആയോ? ഓക്കെ, ഇനിയുള്ളതെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആണ് പറയുന്നത്. ഡെവലപ്മെന്റ് എന്താണെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കത്തില്ല. പകരം ചോദിക്കുന്നത് എഡ്വേർഡ് ഷിൽസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇൻ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഒരു 5 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ പറ്റും കേട്ടോ, കാണാതെ തന്നെ പഠിക്കണം. ട്രഡീഷണൽ ഒളിഗാർക്കി, ടോട്ടാലിറ്റേറിയൻ ഒളിഗാർക്കി, മോഡേണൈസിങ് ഒളിഗാർക്കി, യൂട്ടിലറി ഡെമോക്രസി, പൊളിറ്റിക്കൽ ഡെമോക്രസി. അപ്പൊ ഇങ്ങനെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതൊന്നും ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ട, പേരുകൾ മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, 5 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം പ്രൊപ്പൗണ്ടഡ് ബൈ എഡ്വേർഡ് ഷിൽസ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇൻ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്ന ബുക്കിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ലൂസിയൻ പൈ അദ്ദേഹത്തിന്റെ ബുക്കിൽ, ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബുക്കിൽ 6 ക്രൈസിസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ്, ലെജിറ്റിമേറ്റ് ക്രൈസിസ്, പെനിട്രേഷൻ ക്രൈസിസ്, പാർട്ടിസിപ്പേഷൻ ക്രൈസിസ്, യൂണിഫിക്കേഷൻ ക്രൈസിസ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് തെറ്റിപ്പോയതാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആക്കണേ, ഡിസ്ട്രിബ്യൂഷൻ ക്രൈസിസ്. ഇങ്ങനെ 6 തരത്തിലുള്ള ക്രൈസിസിനെ കുറിച്ചാണ് ലൂസിയൻ പൈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഇങ്ങനെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കുറച്ചധികം പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. എന്നിരുന്നാലും എളുപ്പമാണ്, കാരണം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും കിട്ടും, നഷ്ടപ്പെടത്തില്ല. ഓക്കെ ആണോ? കിട്ടിയോ? നെക്സ്റ്റിലേക്ക് പോട്ടെ, നെക്സ്റ്റ് പോർഷനിലോട്ട് പോകട്ടെ. ഓക്കെ ആണോ?
ഇനി അടുത്തതായിട്ട് ഡേവിഡ് ആപ്റ്റർ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന ബുക്കില് 4 സ്റ്റേജസ് ആണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷന് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ 4 സ്റ്റേജസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് കോൺട്രാക്ട് ആൻഡ് കൺട്രോൾ, ദെൻ കോൺട്രഡിക്ഷൻ ആൻഡ് റിയാക്ഷൻ, ദെൻ റിയാക്ഷൻ ആൻഡ് കൗണ്ടർ റിയാക്ഷൻ, ദെൻ സെർച്ച്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഒരു എ കൂടെ ചേർക്കണം കേട്ടോ. സെർച്ച് ഫോർ ന്യൂ ജനറേറ്റീവ് സൊല്യൂഷൻ. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ഉള്ളത് എന്നാണ് ഡേവിഡ് ആപ്റ്റർ പറയുന്നത്. പൊളിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലേ? നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് കിട്ടുന്നില്ല. ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് കെന്നത്ത് ഓർഗൻസ്കി അദ്ദേഹത്തിന്റെ 4 സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ, അദ്ദേഹം പറയുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന് 4 സ്റ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. കെന്നത്ത് ഓർഗൻസ്കി 4 സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എഴുതണം എന്നില്ല കേട്ടോ, ഇത് ഞാൻ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടില്ലേ, പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പഠിച്ചാൽ മതി. എഴുതി വെറുതെ സമയം കളയണ്ട കേട്ടോ. ഇല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. പഠിപ്പിക്കുന്ന സമയത്ത് എഴുതണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്തോളുക, അത് കുഴപ്പമില്ല. പക്ഷെ വെറുതെ എഴുതി സമയം കളയണ്ട, ഇവിടെ ശ്രദ്ധിച്ചാലും മതി കേട്ടോ. സോ 4 സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഓഫ് കെന്നത്ത് ഓർഗൻസ്കി ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, നാഷണൽ വെൽഫെയർ, അബണ്ടൻസ്. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ഉള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നമ്മുടെ ലിയോനാർഡ് ബൈൻഡർ 4 ക്രൈസിസ്, തിരിഞ്ഞു പോകരുത് കേട്ടോ. ലൂസിയൻ പൈ 6 ക്രൈസിസിനെ കുറിച്ചാണ് പറയുന്നത്. ലിയോനാർഡ് ബൈൻഡർ 4 ടൈപ്പ് ഓഫ് ക്രൈസിസ് ആണ് ഉള്ളതെന്നാണ് കേട്ടോ പറയുന്നത്. തെറ്റിപ്പോകരുത് കേട്ടോ ഒരിക്കലും. ഇവിടെ ക്രൈസിസ് ഓഫ് ഐഡന്റിറ്റി, ക്രൈസിസ് ഓഫ് കൺസോളിഡേറ്റ്, ക്രൈസിസ് ഓഫ് ലെജിറ്റിമസി, ക്രൈസിസ് ഓഫ് കളക്ഷൻ ഓഫ് റിസോഴ്സസ്. ഇങ്ങനെ 4 തരത്തിലുള്ള ക്രൈസിസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, സംഭവം സിമ്പിൾ ആണല്ലേ, പഠിക്കാൻ ഇത്തിരി ടഫ് ആണെന്നേ ഉള്ളൂ അല്ലേ. ഇനി നമ്മൾ മോഡേണൈസേഷൻ തിയറിയാണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിർമ്മൽ സാർ ഇത് എടുത്തു തന്നിട്ടുണ്ടാകും. മോഡേണൈസേഷൻ തിയറിയിൽ എന്താ പറയുന്നത്? ഓർമ്മ കിട്ടിയില്ല. ഓർമ്മ കിട്ടില്ല, അതൊരു പ്രശ്നമാണ്. ആക്ച്വലി ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കൽ പഠിച്ചു, ഇത് പഠിച്ചു കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെല്ലാം മറന്നുപോകും. ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ ഇത് റിവൈസ് ചെയ്യണം. നിങ്ങൾ 10 മിനിറ്റ്സിൽ വായിച്ചാൽ മതി. പക്ഷെ ഒന്ന് പഠിച്ചിട്ട് ഒരു 2 or 3 ഡേയ്സ് കൂടുമ്പോൾ ഇത് വായിച്ചു നോക്കണം കേട്ടോ. കമ്പാരറ്റീവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഫാക്ച്വൽ ആണ്. സോ നിങ്ങൾ റിവിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ റിവിഷൻ ഫോളോ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മറന്നുപോകും. എക്സാമിന്റെ സമയമാകുമ്പോൾ ഇത് അറിയായിരുന്നല്ലോ നമുക്ക് മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ആൻസർ എഴുതാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ഫോളോ ചെയ്തോണേ. ദെൻ മോഡേണൈസേഷൻ തിയറി ആണ് വരിക. മോഡേണൈസേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രേറിയൻ ആയിട്ടുള്ള ഒരു അണ്ടർ ഡെവലപ്ഡ് സ്ട്രക്ചറിൽ നിന്നും മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇക്കോണമിയിലേക്കുള്ള ഒരു മാറ്റത്തിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫോക്കസുകൾ ഉണ്ടാവും. കൾച്ചറൽ ചേഞ്ചസ്, ഇമ്പോസിഷൻ ഓഫ് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് പോളിസീസ് ഒക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ തിങ്കേഴ്സ് മാക്സ് വെബർ നമ്മൾ പഠിച്ച ആളാണ്, ടാൽകോട്ട് പാഴ്സൺ നമ്മൾ പഠിച്ചതാണ്, റൂസ്റ്റോ പഠിച്ചതാണ്, SP ഹണ്ടിങ്ടൺ, ആൽമണ്ട്, കോൾമാൻ, ലൂസിയൻ പൈ എല്ലാവരെയും നമ്മൾ പഠിച്ചതാണ്. ഇവരൊക്കെയാണ് മോഡേണൈസേഷൻ തിയറിയുടെ എക്സ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ടാൽകോട്ട് പാഴ്സണെ നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ?
ടാൽക്കോട്ട് പാഴ്സണെ നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ടാൽക്കോട്ട് പാഴ്സണെ നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒരു തിയറി നമ്മൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു തിങ്കർ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ടാൽക്കോട്ട് പാഴ്സണും മാക്സ് വെബറും ആണ് അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ആരെയാണ്? ഒന്ന് പറഞ്ഞേ. ആരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാ പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല? ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാ പറഞ്ഞത്? പറഞ്ഞു. അപ്പം അതൊരു വർക്കായിട്ട് നോക്കിക്കോട്ടെ. ആരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാ ഞാൻ പറഞ്ഞതൊന്ന് കണ്ടുപിടിച്ചിട്ട് പോരാ കേട്ടോ. ഓൾറെഡി ഇന്നലത്തെ നോട്ടിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വാ കേട്ടോ. നമ്മൾ പഠിച്ചതാണ് ആരെയോ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആരെയാന്ന് ഞാനിപ്പോ പറയുന്നില്ല, നോക്കിയിട്ട് വാ കേട്ടോ. ഏത് തിയറി പറഞ്ഞപ്പോഴാണെന്നെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏത് തിയറി പറഞ്ഞപ്പോഴാണെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, നാളത്തേക്ക് നോക്കിയിട്ട് പോരാ കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറിയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി പറയാൻ പറ്റുമോ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന്? ടാൽക്കോട്ട് പാഴ്സന്റെ തിയറിയുടെ പേര് സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറിയാണ്. അങ്ങനെയാണെങ്കിൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തേ? ഗബ്രിയൽ ആൽമണ്ട് ആണല്ലേ. എന്നിട്ട് എന്ത് ആദ്യം പറയാതിരുന്നേ? നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറി എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. ഒരു ഡെവലപ്ഡ് നേഷൻസിന്റെ പ്രാക്ടീസസ്, വാല്യൂസ് ഒക്കെ എങ്ങനെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ശരിക്കും അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്ന കസ്റ്റംസ്, റിച്വൽസ്, കൾച്ചറൽ പ്രാക്ടീസസിനൊക്കെ എതിരായിട്ടുള്ള ഒരു തിയറിയാണ്. അത് അദ്ദേഹം ഈ കൾച്ചറിനെയൊക്കെ വിളിക്കുന്ന പേര് എനിമി ഓഫ് പ്രോഗ്രസ് എന്നാണ്. അതായത് ഈ ഡെവലപ്ഡ് നേഷൻസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് ഡെവലപ്ഡ് ആവാതെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള കസ്റ്റംസും റിച്വൽസും കൾച്ചറൽ പ്രാക്ടീസസും ഒക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഒരു ഡെവലപ്ഡ് നേഷന്റെ രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറണം എന്നുള്ളതാണ് ടാൽക്കോട്ട് പാഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കസ്റ്റംസിനെ അതുപോലെ റിച്വൽസിനെ ഒക്കെ വിളിക്കുന്നത് എനിമി ഓഫ് പ്രോഗ്രസ് എന്നാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റിയും വെസ്റ്റേൺ സൊസൈറ്റിയാണ്. ട്രഡീഷണൽ സൊസൈറ്റി വാല്യൂസ് പർട്ടിക്കുലറിസം ഫോളോ ചെയ്യുന്നു, കളക്ടിവിസം ആണ്, പേട്രിയാർക്കി ആണ്, അസ്ക്രൈബ്ഡ് വാല്യൂസ് ആണ്. പിന്നെ ഡെവലപ്മെന്റിന് ഒരു ബാരിയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. വെസ്റ്റേൺ സൊസൈറ്റീസ് യൂണിവേഴ്സലിസം ഫോളോ ചെയ്യുന്നു, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണുള്ളത്. അത് ഐഡന്റിറ്റി ആൻഡ് മെരിറ്റോക്രസി ആണ് പ്രധാനപ്പെട്ട ഫീച്ചർ. ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന സൊസൈറ്റിയാണ് വെസ്റ്റേൺ സൊസൈറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നിങ്ങൾ പഠിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളിനി പറഞ്ഞതാണ് വോൾട്ട് റൂസ്റ്റോയുടെ 5 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഏതൊക്കെയായിരുന്നു 5 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്? നമ്മൾ 5 സ്റ്റേജസ് പഠിച്ചില്ലായിരുന്നോ? കമ്പാരറ്റീവ് തുടങ്ങിയ സമയത്ത് ഒരു 5 സ്റ്റേജസ് പഠിച്ചില്ലായിരുന്നു. ഇതിനകത്ത് 3 സ്റ്റേജസ് നിങ്ങൾക്ക് കാണാം. അടുത്ത 2 സ്റ്റേജ് ഏതാന്ന് പറഞ്ഞാൽ മതി. ട്രഡീഷണൽ സൊസൈറ്റി ഉണ്ട്, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ് ഉണ്ട്, ടേക്ക് ഓഫ് സ്റ്റേജ് ഉണ്ട്. അടുത്ത എന്തായിരുന്നു? അടുത്ത സ്റ്റേജ് ഏതായിരുന്നു? നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അടുത്ത സ്റ്റേജ് ഏതായിരുന്നു? അടുത്ത സ്റ്റേജ് ഏതായിരുന്നു? 3 സ്റ്റേജസ് ഇവിടെ ഉണ്ട്. അടുത്ത 2 സ്റ്റേജസ് നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്ത സ്റ്റേജ് ഏതാ? പറഞ്ഞേ. അടുത്ത 2 സ്റ്റേജ് ഏതൊക്കെയാ? ഡ്രൈവ് ടു മെച്ചൂരിറ്റി, അതുപോലെ തന്നെ ഹൈ മാസ് കൺസംഷൻ. ഓർമ്മയുണ്ടോ?
5 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് റൂസ്റ്റോ പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിലാണ് പറയുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 5 സ്റ്റേജസ്? ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ് സ്റ്റേജ്, അതുപോലെ ഡ്രൈവ് ടു മെച്യൂരിറ്റി, ദെൻ ഹൈ മാസ് കൺസംഷൻ. ഓർത്ത് വെച്ചേക്കണേ. ഇത് ആ ഒരു മോഡലാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ആ ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആ സ്റ്റേജസിന്റെ പേര് പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഡാനിയൽ ലേണർ 4 ആസ്പെക്ട്സ്, അതായത് വെസ്റ്റേൺ മോഡൽ ഓഫ് ഗ്രോത്തിന് 4 ആസ്പെക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ അർബനൈസേഷൻ ആണ്, ദെൻ മാസ് ലിറ്ററസി, ഇതൊരു സൈക്ലിക് മോഡലാണ് കേട്ടോ, ദെൻ മീഡിയ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പിന്നെയും പൊളിറ്റിക്കൽ അർബനൈസേഷനിലേക്ക് എത്തുന്നു, മാസ് ലിറ്ററസി, മീഡിയ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, അങ്ങനെ പോകുന്നു. അങ്ങനെ 4 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം 3 ഫേസ് ഓഫ് കൾച്ചറൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് മെച്യൂരിറ്റി, ട്രഡീഷണൽ, ട്രാൻസിഷണൽ. ഇങ്ങനെ 3 ഫേസസ് കൾച്ചറിനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ബുക്കുകളുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, കോൺസെപ്റ്റ് പഠിച്ചു വെക്കണം. സാമുവൽ ഹണ്ടിങ്ടൺ ആണെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഡീകെ ആണ്. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ ഡീകെ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് പൊളിറ്റിക്കൽ ഓർഡർ ഇൻ ചേഞ്ചിങ് സൊസൈറ്റീസ്. ദെൻ ലിയോനാർഡ് ബൈൻഡർ, ചേഞ്ച് മോഡലോ സിൻഡ്രോം ഓഫ് മോഡേണിറ്റി, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. സിൻഡ്രോം ഓഫ് മോഡേണിറ്റി, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രൈസിസ് ആൻഡ് സീക്വൻസ് ഇൻ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. ദെൻ SM ലിപ്സെറ്റ്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരും കോൺസെപ്റ്റിന്റെ പേരും ഒന്ന് തന്നെയാണ്, പൊളിറ്റിക്കൽ മാൻ. ലൂസിയൻ പൈ, ഇക്വാളിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ, ബുക്കിന്റെ പേര് ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. റിക്സ്, ഇക്വാളിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡെവലപ്മെന്റ് ട്രാപ്പ്. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചോണം, ഇത് ചോദിക്കാറുണ്ട്, നോർമലി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഡെവലപ്മെന്റ് ട്രാപ്പ്. ദെൻ ജെയിംസ് കോൾമാൻ, ഡെവലപ്മെന്റ് സിൻഡ്രോം, ഇതും പഠിച്ചു വെച്ചേക്കണേ, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ബുക്കുകളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇനി നമ്മുടെ കമ്പാരിറ്റീവിലെ പ്രധാനപ്പെട്ട തിയറികളിൽ ഒന്നാണ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഓർ അണ്ടർ ഡെവലപ്മെന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇത് ഓഫ് അല്ല കേട്ടോ, ആറാണ്. AG ഫ്രാങ്ക്സ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഓർ അണ്ടർ ഡെവലപ്മെന്റ്. AG ഫ്രാങ്ക്, ഇമ്മാനുവൽ വാലർസ്റ്റീൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി ഓരോരുത്തരും എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അണ്ടർ ഡെവലപ്മെന്റ് തിയറി, ഇത് നിർമ്മൽ സാർ പഠിപ്പിച്ചോ? സിസ്റ്റം തിയറി പഠിപ്പിച്ചോ? വേൾഡ് സിസ്റ്റം തിയറി പഠിപ്പിച്ചോ? പൊളിറ്റിക്കൽ തിയറിയിൽ പഠിപ്പിച്ചോ? ഓക്കെ, പഠിപ്പിച്ചാലില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ സിമ്പിൾ ആയിട്ടേ പറയുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ഡീറ്റെയിൽ ചെയ്തൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കുക. തിയറിയുടെ പേരുകളാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വെക്കിയത് മാത്രം മതി, അല്ലാതെ നമുക്ക് വലിയ റാങ്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള പഠനമൊന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ. സോ അണ്ടർ ഡെവലപ്മെന്റ് തിയറിയാണ് AG ഫ്രാങ്ക് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ഡെവലപ്ഡ് എന്ന് വെച്ചാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്ഡ് ആകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് നമ്മളെ ഒരു ഡിപ്പെൻഡൻസി സ്റ്റേറ്റിലേക്ക് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ എപ്പോഴും നമുക്ക് ഡെവലപ്മെന്റിന് കുറച്ച് ഇന്റേണൽ ബാരിയേഴ്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയോ? അതായത് വെസ്റ്റേൺ ഡെവലപ്ഡ് കൺട്രീസ് ബാക്കിയുള്ള തേർഡ് വേൾഡ് കൺട്രീസിനെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി സ്റ്റേറ്റിലാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെവലപ്ഡ് നേഷൻ ആവാനുള്ള ഇന്റേണൽ ബാരിയേഴ്സിനെ കുറിച്ചാണ് AG ഫ്രാങ്ക് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. അണ്ടർ ഡെവലപ്മെന്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഒരു അണ്ടർ നേഷൻ ഡെവലപ്ഡ് നേഷനായി മാറാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡെവലപ്ഡ് കൺട്രീസ് നമ്മളെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഒരു സ്റ്റേറ്റ് ഓഫ് ഡിപ്പെൻഡൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ അവിടെ കുറച്ച് ഇന്റേണൽ ബാരിയേഴ്സ്, ഡെവലപ്മെന്റിന് ഉള്ള കുറച്ച് ഇന്റേണൽ ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സ് ആണ് ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുന്നതിൽ നിന്നും അണ്ടർ ഡെവലപ്ഡ് നേഷനെ
പിന്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഓർത്ത് വെക്കുക, അദ്ദേഹം ഇപ്പോഴത്തെ കറന്റ് വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഗ്ലോബൽ ഓർഡറുമായിട്ട് ഒന്നുകൂടി പറയാം, ഇത്രേ ഉള്ളൂ. A.G. ഫ്രാങ്ക് പറയുന്ന അണ്ടർ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയി മാറാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡെവലപ്ഡ് കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഒരു ഡിപ്പെൻഡൻസി സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം അദ്ദേഹം ഇപ്പോഴത്തെ ക്യാപിറ്റലിസ്റ്റ് ഗ്ലോബൽ ഓർഡറിനോടൊക്കെ എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഡെവലപ്മെന്റും അണ്ടർ ഡെവലപ്മെന്റും ഒരേ സിസ്റ്റത്തിന്റെ രണ്ട് പാർട്ടാണ്. ഇപ്പം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുന്നത് പോലെയാണ് ഡെവലപ്മെന്റും അണ്ടർ ഡെവലപ്മെന്റും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് റൂറൽ ഏരിയാസ്. ഈ റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യും? ഇവരെ നമ്മൾ സാറ്റലൈറ്റ് എന്നാണ് വിളിക്കുക. ഇവരെ നമ്മളല്ല, A.G. ഫ്രാങ്ക് വിളിക്കുക സാറ്റലൈറ്റ് എന്നാണ്. ആൻഡ് ഈ റോ മെറ്റീരിയൽസും ലേബർ പവറും ഇവിടുന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുക. ഇനി അവിടെ നിന്നും സ്മോൾ സിറ്റീസിലേക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഓർ മെട്രോപോളിസിലേക്ക് പോകും. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിനെ എന്ത് ചെയ്യും? എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ബിഗ് സിറ്റീസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ സ്മോൾ സിറ്റീസ് ബിഗ് സിറ്റിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ റൂറൽ ഏരിയ എക്സ്പ്ലോയിറ്റ് ചെയ്യും. മൂന്നാമത്തെ വിഭാഗം മെട്രോ സിറ്റീസ് ആണ്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? സ്മോൾ സിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് വേൾഡ് മെട്രോപോളിസ്, അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മാറാൻ വേണ്ടി നോക്കും. ഇവരെ വേൾഡ് മെട്രോപോളിസ് എന്താ ചെയ്യുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന്, അതായത് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരെയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് റിസോഴ്സസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇവർക്ക് ഒന്നുമില്ല. ഇവരാണ് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഈ റൂറൽ ഏരിയാസ് ആണ് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഇവർക്കൊന്നുമില്ല. ഇവരെ എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് സ്മോൾ സിറ്റീസ് ബിഗ് സിറ്റീസ് ആവാൻ നോക്കും. ബിഗ് സിറ്റീസ് എന്ത് ചെയ്യും? സ്മോൾ സിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വേൾഡ് മെട്രോപോളിസ് ആവാൻ നോക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത വേൾഡ് സിസ്റ്റം തിയറിയാണ്. ഇമ്മാനുവൽ വാളർസ്റ്റീൻ്റെ ആണ്. അദ്ദേഹം ഏകദേശം ഇതുപോലെയൊക്കെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ഗ്ലോബൽ ഇക്കണോമിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തിയറിക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമത്തേത്, വൺ മസ്റ്റ് ലുക്ക് അറ്റ് ദ വേൾഡ് സിസ്റ്റം ആസ് എ ഹോൾ റാദർ ദാൻ ജസ്റ്റ് അറ്റ് ഇൻഡിവിജ്വൽ കൺട്രീസ്. അതായത് വേൾഡ് സിസ്റ്റം ബാക്കിയൊക്കെ ഓരോരോ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്നുള്ള രീതിയിലല്ലേ പറയുക. ഇതെന്ന് പറയുന്നത് ഫുൾ വേൾഡ് സിസ്റ്റം ഫുള്ളായിട്ട് നോക്കണം. അല്ലാതെ ഇൻഡിവിജ്വൽ കൺട്രീസിനല്ല ഫോക്കസ് കൊടുക്കേണ്ടത്, വേൾഡ് സിസ്റ്റം ഫുള്ളായിട്ട് നോക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് ഇവിടെ 3 തരത്തിലുള്ള സോൺസ് കാണാൻ സാധിക്കും. ഒന്ന് കോർ ഓർ ഡെവലപ്ഡ് കൺട്രീസ്, രണ്ടാമത്തേത് സെമി പെരിഫറൽ സോണ്, മൂന്നാമത്തേത് പെരിഫറൽ കൺട്രീസ്. ഇങ്ങനെ 3 സോൺസ് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രീസ് ക്യാൻ ബി അപ്വേർഡ്ലി ഓർ ഡൗൺവേർഡ്ലി മൊബൈൽ ഇൻ ദ വേൾഡ് സിസ്റ്റം. അതായത് താഴേക്കോ മുകളിലേക്കോ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. വൺസ് ഒരു കൺട്രി ഡെവലപ്പിംഗ് ആണെങ്കിൽ അതിൽ അണ്ടർ ഡെവലപ്ഡിലേക്ക് പോകാൻ വലിയ താമസമൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മോഡേൺ വേൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഫീച്ചറായിട്ട്, അദ്ദേഹത്തിന്റെ തിയറിയുടെ ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് സിസ്റ്റം തിയറി ഒന്നുകൂടെ പറയണോ? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താവേ. ഇനി കുറച്ചുകൂടി ഉണ്ട്, അത് ഇന്നത്തെ ക്ലാസ്സിൽ തീരത്തില്ല. ഓക്കെ ആണോ? ഇതിന്റെ ബാക്കി പറയട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേത്, ഒരു ഇൻഡിവിജ്വൽ കൺട്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു തിയറി പഠിക്കേണ്ടത്. പകരം എന്താ, വേൾഡ് സിസ്റ്റം ആസ് എ ഹോൾ, അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് കൊടുക്കണം. അതായിരുന്നു ഫസ്റ്റ് തിയറിയിൽ പറയുന്നത്. ബാക്കിയുള്ള തിയറികളിലെല്ലാം ഒന്നെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫോക്കസ് ചെയ്യുന്നു, അങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ നമ്മൾ എല്ലാ വിഭാഗം കൺട്രീസിനെ, അതായത്
സിസ്റ്റം ആസ് എ ഹോൾ ആയിട്ടാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫീച്ചർ. രണ്ടാമത്തേത്, നമുക്ക് ഈ വേൾഡ് സിസ്റ്റംസിനെ 3 ക്യാപിറ്റലിസ്റ്റ് സോൺസുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കോർ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാം. സെമി പെരിഫറൽ എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. പെരിഫറൽ കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ നമുക്ക് 3 ക്യാപിറ്റലിസ്റ്റ് സോൺസ് ആയിട്ട് വേൾഡ് സിസ്റ്റംസിനെ ഡിവൈഡ് ചെയ്യാം. കോർ കൺട്രീസ്, സെമി പെരിഫറൽ, പെരിഫറൽ കൺട്രീസ്. മൂന്നാമതായിട്ട് പറയുന്നത്, ഓരോ രാജ്യങ്ങൾക്കും അപ്വേർഡ്ലി അല്ലെങ്കിൽ ഡൗൺവേർഡ്ലി മൊബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ, അതായത് ഒരു സെമി പെരിഫറൽ നേഷന് കോർ നേഷനായിട്ട് മാറാൻ പറ്റും. പെരിഫറൽ നേഷന് സെമി പെരിഫറൽ ആവാം, നേരെ തിരിച്ചു ആകാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദെൻ മോഡേൺ വേൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് വെച്ചാൽ ചേഞ്ചിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പെരിഫറിയിൽ നിന്നും അതുപോലെ സെമി പെരിഫറിയിൽ നിന്നും ചീപ്പ് ലേബറും റോ മെറ്റീരിയൽസും ഉപയോഗിച്ച് കോർ കൺട്രീസ് അവരുടെ ഇക്കണോമി വളർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരുണ്ടാക്കുന്ന ഗുഡ്സ് ഹൈ പ്രൈസസിൽ എന്ത് ചെയ്യും? പെരിഫറിക്കും സെമി പെരിഫറിക്കും വിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്നും നല്ല തലയുള്ള ആളുകളെ അമേരിക്കയിലും ബാക്കി യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഹയർ ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് അവര് വില കുറവായിട്ട് വാങ്ങിക്കുന്നില്ലേ? ആ ഒരു സിസ്റ്റം ഓർത്താൽ മതി. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. നമ്മള് വലിയ റേറ്റിൽ നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് വളരെ ചീപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മളെ പോലൊരു അല്ലെങ്കിൽ ഹൈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്നതിന്റെ പകുതി സാലറി കൊടുത്താൽ നമ്മൾ പോയി ബ്രെയിൻ ഡ്രെയിൻ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഈ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്. അത് നാച്ചുറൽ റിസോഴ്സസിന്റെ അല്ലെങ്കിൽ ചീപ്പ് ലേബറിന്റെയോ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. കോർ കൺട്രീസിന് എക്സാമ്പിൾ ആണ് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ. സെമി പെരിഫറി ആണ് ചൈന, ഇന്ത്യ, അയർലൻഡ്, മെക്സിക്കോ, പാകിസ്ഥാൻ, പനാമ. പെരിഫറി ആണ് അഫ്ഗാനിസ്ഥാൻ, ബൊളീവിയ, ചാഡ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈജിപ്റ്റ്, ഹെയ്ത്തി, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം ഒക്കെ പെരിഫറി കൺട്രീസ് ആണ്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇവരുടെ ബുക്കുകളൊക്കെ ഒന്ന് നോക്കിയത് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ? പൊളിറ്റിക്കൽ തിയറി, എലൈറ്റ് തിയറി എനിക്ക് തോന്നുന്നു നിർമ്മൽ സാർ എടുത്തിരുന്നു അല്ലേ? ഇത് രണ്ടിലും ഓവർലാപ്പിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കിനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു.